ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബൂത്ത് അൽഗോരിതത്തെക്കുറിച്ചാണ്. അപ്പോൾ അൽഗോരിതം യൂസ് ചെയ്യുന്നത് സൈൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ്. അപ്പോൾ അൽഗോരിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബൈനറി അഡിഷൻ്റെ സബ്ട്രാക്ഷൻ്റെ കുറച്ച് ബേസിക്സ് റിഫ്രഷ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അൽഗോരിതത്തിലേക്ക് പോവാം. ആദ്യം നോക്കാൻ പോകുന്നത് ബൈനറി അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷനാണ്. അപ്പോൾ അതിനുവേണ്ടി രണ്ട് നമ്പർ എടുക്കുകയാണ്, 7 + 3. അപ്പോൾ ഇത് ബൈനറി ചെയ്യുകയാണെങ്കിൽ അറിയാം, 4 ബിറ്റ് ബൈനറി ആണെങ്കിൽ 7 എന്ന് പറഞ്ഞാൽ 0 1 1 1 1 ആയിരിക്കും. 3 എന്ന് പറയുമ്പോൾ 0 0 1 1 ആയിരിക്കും. സോ അഡീഷൻ അറിയാം, 1 1 1 + 1 നോക്കുമ്പോൾ 1 0 വരും. ക്യാരി 1 1 + 1 + 1 1 1 വരും. ക്യാരി 1 1 + 1 1 0. ക്യാരി 1 1 0 1 0. ഇതായിരിക്കും ആൻസർ. ഇനി 7 - 3 ആണെങ്കിലോ? സോ 7 - 3 ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സബ്ട്രാക്ഷൻ പകരം 2's കോംപ്ലിമെൻറ്റിൻ്റെ അഡീഷനാണ്. ഫസ്റ്റ് നമ്പറിന് ചേഞ്ച് ഒന്നുമില്ല, 0 1 1 തന്നെ ആയിരിക്കും. -3ക്ക് പകരം എന്താ ചെയ്യുന്നത്? -3 എന്ന് പറഞ്ഞാൽ 3യുടെ 2's കോംപ്ലിമെൻ്റ് എടുത്ത് അതായിരിക്കും ആഡ് ചെയ്യുക. 7 - 3 ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യും? -3ക്ക് പകരം 3യുടെ 2's കോംപ്ലിമെൻ്റ് എടുത്തിട്ട് അത് 7ൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ 3യുടെ 2's കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 1's കോംപ്ലിമെൻ്റ് + 1 ആണ്. അപ്പോൾ 3 എന്ന് പറയുമ്പോഴത്തേക്കും 0 0 1 1 വരും. 1's കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? 0s 1 ആക്കുക, 1s 0s ആക്കുക. 2's കോംപ്ലിമെൻ്റ് കിട്ടണമെങ്കിൽ 1's കോംപ്ലിമെൻ്റ് + 1 ആണ്. 1 0 1 1. സോ ഇതാണ് എന്ത്? -3 ഈ വാല്യൂ 1 1 0 1. 7 - 3 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂട്ടത്തിൽ 1 1 0 1 ആഡ് ചെയ്യുക. ഇതാണ് 2's കോംപ്ലിമെൻ്റ് അഡീഷൻ. അപ്പോൾ എങ്ങനെയാണ് 2's കോംപ്ലിമെൻ്റ് അഡീഷൻ വെച്ചിട്ടാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? 7 - 3 സബ്ട്രാക്ഷൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഇനി അൽഗോരിതത്തിലേക്ക് വരാം. സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് നേരത്തെ അൺസൈൻഡ് മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെയാണ്, ഇനിഷ്യലൈസേഷനാണ്. A 0 ആക്കി വെക്കുക. Q - 1 ബിറ്റ് 0 ആക്കുക. എന്താണ് Q - 1 ബിറ്റ് എന്ന് പറയാം? മൾട്ടിപ്ലിക്കൻ്റ് M എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കൻ്റ് ആണ്, Q മൾട്ടിപ്ലയർ ആണ്. കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ Q, അതായത് എത്ര ബിറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ എടുക്കുന്നത് അതായിരിക്കും കൗണ്ട്. ഇപ്പം 4 ബിറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ കൗണ്ട് 4 ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ. സോ ഇതിനു വേണ്ടി ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് എക്സാമ്പിളിലേക്ക് പോകണം. എക്സാമ്പിളിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇനിഷ്യലൈസേഷനാണ്. A 0 ആക്കുക, 0 ആക്കി വെക്കുന്നു. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 9 × -3 ആണ് ചെയ്യേണ്ടത്. ഒരു പോസിറ്റീവ് നമ്പരും മറ്റേത് നെഗറ്റീവ് നമ്പരുമാണ്. സോ Q ആയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് -3 ആണ്. അപ്പോൾ -3 എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 3യുടെ 2's കോംപ്ലിമെൻ്റ് എടുത്ത് കിട്ടുന്ന വാല്യൂ ആണ്. അങ്ങനെ കിട്ടുന്ന വാല്യൂ ആണ് 1 1 0 1 എന്ന് പറയുന്നത്. ഇത് -3യുടെ ഇക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. 3യുടെ 2's കോംപ്ലിമെൻ്റ് എടുക്കുമ്പോഴാണ് ഈ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അതുപോലെ മൾട്ടിപ്ലിക്കൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. M ആണ് മൾട്ടിപ്ലിക്കൻ്റ്, മറ്റേത് 9 ആണ്. 9ൻ്റെ ഇക്വലൻ്റ് എടുക്കുമ്പോൾ 0 1 0 0 1 വരും. ഇവിടെ നമ്മൾ 5 ബിറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതുകൊണ്ട് കൗണ്ട് 5 ആയിട്ട് നമ്മൾ ഇനിഷ്യലി സെറ്റ് ചെയ്യുന്നു. പിന്നെ ബാക്കിയുള്ളത്
അപ്പോൾ ഇവിടെ അൽഗോരിതത്തിലേക്ക് വരുവാണെങ്കിൽ ആക്ച്വലി നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ അഡീഷൻ നടത്തേണ്ടി വരും, സബ്ട്രാക്ഷൻ നടത്തേണ്ടി വരും. എപ്പോഴാണ് അഡീഷൻ നടത്തുന്നത്? ഈ Q0 Q1 ആ ഒരു ബിറ്റ് കോമ്പിനേഷൻ 0 1 ആണെങ്കിൽ അഡീഷൻ നടത്തണം, 1 0 ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ നടത്തണം. അത് കഴിഞ്ഞിട്ടോ, സോ അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആയി കഴിഞ്ഞാലും അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അരിത്തമെറ്റിക് ഷിഫ്റ്റ് റൈറ്റ് ചെയ്യണം. ഏതൊക്കെയാണ് അരിത്തമെറ്റിക് ഷിഫ്റ്റ് റൈറ്റ് ചെയ്യേണ്ടത്? എയും ക്യൂവും Q-1 കൂടെ ചേർത്തിട്ട് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം. അതാണ് ബേസിക്കലി ചെയ്യേണ്ടത്. സോ അതുകൂടാതെ വരാൻ സാധ്യതയുള്ള നമ്പേഴ്സാണ് 1 1 0 0. 1 1 0 0 ആണ് എങ്കിൽ എന്ത് ചെയ്താൽ മതി? ഷിഫ്റ്റിങ് മാത്രം ചെയ്താൽ മതി, അഡീഷൻ നടത്തണ്ട. സോ അതാണ് എൻ്റെ ബേസിക് അൽഗോരിതം. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ ഇനിഷ്യലി Q-1 എന്ന് പറഞ്ഞ ബിറ്റ് നമ്മൾ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യും. സോ ഇനി നോക്കുക, Q-1 ബിറ്റ് ആ ഒരു കോമ്പിനേഷൻ്റെ വാല്യൂ എന്താണോ നോക്കണം. 1 0 ആണോ 0 1 ആണോ എന്ന് നോക്കുക. ഇവിടെ നോക്കുക, Qവും Q-1 കോമ്പിനേഷൻ എത്രയാണ് വരുന്നത്? Qൻ്റെ ലാസ്റ്റ് ബിറ്റ് 1 ആണ്, Q-1 എന്ന് പറഞ്ഞ ബിറ്റ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തേക്കുന്നത് 0 ആണ്. സോ ഇവിടെ 1 0 ആണ് വരുന്നത്. 1 0 ആണ് വരുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 1 0 ആണ് വരുന്നതെങ്കിൽ ചെയ്യേണ്ടത് A - M ആണ്. അതായത് Aയിൽ നിന്ന് M സബ്ട്രാക്ട് ചെയ്യുക. സോ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ സബ്ട്രാക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണ്? 2's കോംപ്ലിമെൻറ്റ് ആഡ് ചെയ്യുക എന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി അഡീഷനും സബ്ട്രാക്ഷനും ഈ ഒരു അൽഗോരിതത്തിൽ വേണ്ടി വരുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു 9ൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് 9ൻ്റെ 2's കോംപ്ലിമെൻ്റ് ആണ് ഈ 1 0 1 എന്ന് പറഞ്ഞ വാല്യൂ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് 1 0 വന്നതുകൊണ്ട് എന്ത് വേണം? 1 0 വന്നതുകൊണ്ട് ചെയ്യേണ്ടത് A - M എന്ന് പറഞ്ഞൊരു ഓപ്പറേഷനാണ്. അപ്പോൾ അതിൽ A ആയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് A എന്ന് പറഞ്ഞാൽ -3 ആണ് എടുത്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ -3 അല്ല, A ആയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഏതാണ്? അക്യുമുലേറ്റഡ് ഇനിഷ്യൽ വാല്യൂ 0 ആണ്. അതേ -M, A - M. സോ A - M എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? എയുടെ കൂടെ എമ്മിൻ്റെ 2's കോംപ്ലിമെൻറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് A - M കിട്ടും. അപ്പോൾ 2's കോംപ്ലിമെൻറ്റ് ഓഫ് M ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് 1 0 1 1. അപ്പോൾ A - M എന്ന് പറഞ്ഞാൽ എന്താണ്? 0 + 1 0 1 1. അതായിരിക്കും 2's കോംപ്ലിമെൻറ്റ്. സോ ആ ഒരു സ്റ്റെപ്പാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് അഡീഷനൽ സബ്ട്രാക്ഷൻ. A - M. A - M ചെയ്യാൻ കാരണം എന്താണ്? ഈ ഒരു Q0 Q1 കോമ്പിനേഷൻ, Q0 Q-1 കോമ്പിനേഷൻ 1 0 ആയതുകൊണ്ടാണ് സബ്ട്രാക്ഷനിലേക്ക് പോയത്. സോ സബ്ട്രാക്ഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് സബ്ട്രാക്ഷൻ ആണ്. അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് ഷിഫ്റ്റിംഗ് ആണ്. ഷിഫ്റ്റ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? A, Q-1 ഇത് ചേർത്ത് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങോട്ട് വരിക. സോ ഇതാണ് A,
ഇത് കഴിഞ്ഞ് ക്യൂ, അത് കഴിഞ്ഞ് Q-1. ഇത്രയും നമ്പർ ചേർത്ത് വേണം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷിഫ്റ്റ് ചെയ്യേണ്ടത് അരിത്തമെറ്റിക് ഷിഫ്റ്റ് റൈറ്റ് ആണ്. സോ അരിത്തമെറ്റിക് ഷിഫ്റ്റ് റൈറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു MSB ബിറ്റ് നമ്മൾ അതേപടി മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ടാണ് ബാക്കിയുള്ള ബിറ്റ്സ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യത്തെ ബിറ്റ്, ഇപ്പോൾ ഇത് 10 111 111 01 0. ഇപ്പോൾ ഞാൻ എയും ക്യൂവും Q-1 കൂടെ ചേർത്ത് എഴുതിയിരിക്കുകയാണ്. ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ, അരിത്തമെറ്റിക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു MSB ബിറ്റ് 1 ആയിട്ട് തന്നെ മെയിൻ ചെയ്യും. എന്നിട്ട് ഇത് തന്നെയായിരിക്കും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ അടുത്ത 1 വരും, അടുത്തത് 0 വരും, അടുത്തത് 1 1 1 1 3 4 6 0 1. അതായിരിക്കും ആൻസർ ഷിഫ്റ്റിങ് കഴിയുമ്പോഴത്തേക്കും. സോ സൈൻ ബിറ്റാണ്. ഈ ഒരു ബിറ്റ് MSB ബിറ്റ് അതേപടി മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ടാണ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് ഇത്. ഇത്രയും. ഇതാണ് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. ഇനി എന്താണ് ചെയ്യേണ്ടത്? വീണ്ടും ഈ ഒരു Q-1 കോമ്പിനേഷൻ നോക്കുക. അത് 10 ആണോ 01 ആണോ നോക്കുക. ഏതാണ്? ഇപ്പോൾ ഇവിടെ 01 ആണ്. 01 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ? 01 ആണെങ്കിൽ അഡീഷൻ ആണ് നടത്തേണ്ടത്. A+M ആണ് ചെയ്യേണ്ടത്. സോ A+M ചെയ്യുക. A+ എന്ന് പറയുമ്പോൾ നമ്മുടെ ലാസ്റ്റ് കിട്ടിയ എ ഇതാണ്. അതായത് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കിട്ടിയ എ, അതിൻ്റെ കൂടെ M അഡീഷൻ ആയതുകൊണ്ട് M ഡയറക്റ്റ് ആഡ് ചെയ്താൽ മതി. സോ ഇത് ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് വേണം? അത് കഴിഞ്ഞതിന് ശേഷം സോ ഇതാണ് അഡീഷൻ്റെ റിസൾട്ട്. സോ ഇതിൽ എയുടെ വാല്യൂ ആണ് അഡീഷൻ റിസൾട്ട്. ബാക്കി ക്യൂവിന് ചേഞ്ച് ഇല്ല. ക്യൂ ഷിഫ്റ്റ് ചെയ്ത വാല്യൂ തന്നെയാണ്. ട്രിപ്പിൾ 1 4 1 0 കഴിഞ്ഞ് ഈ 1 തന്നെയാണ് ഈ 1. സോ ഇതിൽ എ പാർട്ട് എന്ന് പറഞ്ഞാൽ A+M ആയിരിക്കും. ഇനി എന്താ ചെയ്യണ്ടേ? അപ്പോൾ ഇതിൽ അഡീഷൻ കഴിഞ്ഞു. സോ ഇതിൽ അഡീഷൻ കഴിഞ്ഞു. ഇനി അടുത്ത് വീണ്ടും ഷിഫ്റ്റ് ചെയ്യുക. ഇവിടെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു MSB മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം റൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് കിട്ടും? ഈ ഒരു വാല്യൂ കിട്ടും. ഇനി അതിൻ്റെ Q-1 ബിറ്റ് എന്താണെന്ന് നോക്കുക. 10 ആണോ 01 ആണോ നോക്കുക. 10 ആണ്. 10 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സബ്ട്രാക്ട് ചെയ്യുക, A-M ചെയ്യുക, എന്നിട്ട് ഷിഫ്റ്റ് ചെയ്യുക. സോ A-1 ചെയ്യുന്നു. സോ എ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇപ്പോൾ കിട്ടിയ എ എത്രയാണോ അത് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എയുടെ വാല്യൂ 00010 ആണ്. അതും സബ്ട്രാക്ഷൻ ആണ്. അപ്പോൾ 2's കോംപ്ലിമെൻ്റ് എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. 10 111 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് ഇത്. ബാക്കി ഈ ഒരു മേളിൽ കാണിച്ചിരിക്കുന്ന സ്റ്റെപ്പാണ് സബ്ട്രാക്ഷൻ സ്റ്റെപ്പ്. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ വാല്യൂവിനെ
ASR അരിത്തമെറ്റിക് ഷിഫ്റ്റ് റൈറ്റ് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അത് ഷിഫ്റ്റ് റൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് കിട്ടും? ഈ ഒരു വാല്യൂ കിട്ടും. ഇനി ഈ വാല്യൂവിൻ്റെ Q0യും Q-1 നോക്കുക. അപ്പോൾ എന്താ വരുന്നത്? 1 ആണ് വരുന്നത്. 1 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ട? അഡീഷനും ചെയ്യേണ്ട, സബ്ട്രാക്ഷനും ചെയ്യേണ്ട, പകരം ഷിഫ്റ്റിങ് മാത്രം നടത്തിയാൽ മതി. സോ അതുകൊണ്ടാണ് ഈ ഒരു ഇതിൽ ജസ്റ്റ് ഷിഫ്റ്റിങ് മാത്രം നടത്തുന്നു. അത് കഴിഞ്ഞ് വീണ്ടും Q0 Q-1ൻ്റെ വാല്യൂ നോക്കുക. അഗെയിൻ 1 ആണ്. സോ എന്ത് ചെയ്താൽ മതി? 1 ആയതുകൊണ്ട് എന്താണ്? 1 ആണെങ്കിൽ അഡീഷൻ ചെയ്യേണ്ട, സബ്ട്രാക്ഷൻ ചെയ്യേണ്ട, ഷിഫ്റ്റിങ് മാത്രം മതി. സോ അഗെയിൻ വാല്യൂ 1 ബിറ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. സോ ഈ വാല്യൂവിനെ ഷിഫ്റ്റ് ചെയ്യുന്നു. സോ ഈ വാല്യൂവിനെ 1 ബിറ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന ASR ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഇത്. ഷിഫ്റ്റിംഗ് എപ്പോഴും ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ കാണിച്ച പോലെ ആ ഒരു രീതിയിൽ തന്നെ വേണം ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. MSB ആ ഒരു സൈൻ ബിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, എന്നിട്ട് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. സോ അങ്ങനെയാണ് ബൂത്ത് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ആയിരിക്കുമ്പോഴത്തേക്കും, അതുപോലെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഓരോ തവണ ഈ ഒരു അഡീഷനും ഷിഫ്റ്റിങ്ങും കഴിയുമ്പോൾ കൗണ്ട് നമ്മൾ കുറച്ച് കൊണ്ടുവരിക. സോ ഫൈനലി കൗണ്ട് 0 ആകുമ്പോഴത്തേക്കായിരിക്കും ഇവിടെ ഉള്ളതാണ് ആൻസർ. സോ ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ ആൻസർ വരിക. 9 × -3യുടെ ആൻസറാണ് ഈ ഫൈനലി കിട്ടുന്ന ഈ ഒരു വാല്യൂ.